നമ്മുടെ ഇന്ത്യയുടെ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകളും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാൻ സൈന്യവും തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമുക്കെന്നും ഒരു തലവേദന തന്നെയാണ്. ഇങ്ങനെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന നിരവധി ഭീകരവാദ സംഘടനകളും ഗ്രൂപ്പുകളും പാകിസ്ഥാനിലുണ്ട്. ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, തെഹരീക്ക് താലിബാൻ്റെ പാകിസ്ഥാൻ വിഭാഗം, ജമാഅത്തുകാരുടെ SSD, ഹിസ്ബുൾ മുജാഹിദീൻ, അൽ-ഖ്വയ്ദ, ഐസിസ്, ഹക്കാനി നെറ്റ്വർക്ക് എന്നീ സംഘടനകൾ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഇതൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പല പ്രധാന ഭീകരന്മാരും അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഇങ്ങനെ കൊല്ലപ്പെട്ടത് വിവിധ ഭീകര സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പ്രധാന നേതാക്കളായ 10ഓളം പേരാണ്. ഈ ലിസ്റ്റിലെ തന്നെ അവസാനമായി ഇങ്ങനെ കൊല്ലപ്പെട്ടതായി പുറത്തു വന്ന വാർത്ത ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസറിൻ്റെ ബന്ധുവും കൂട്ടുകാരനും സഹപാഠിയും പ്രധാന ഭീകര നേതാവുമായ ഖാരി ഐജാസ് ആബിദിൻ്റെ പേരാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 30-ന് പാകിസ്ഥാനിലെ പെഷവാറിലെ ഒരു പള്ളിക്ക് സമീപത്ത് വെച്ചായിരുന്നു ഇങ്ങനെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനിലുടനീളം മതപഠന കേന്ദ്രങ്ങളും അതിലൂടെ ഭീകരപ്രവർത്തനങ്ങളും നടത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യ വിരുദ്ധ ഭീകരവാദിയായിരുന്നു ഇയാൾ. ഇന്ത്യക്കെതിരെയുള്ള പല ഭീകര ആക്രമണങ്ങളിലും ഇയാൾ പങ്കാളിയായിരുന്നു. മൗലാന മസൂദ് അസറും ഇയാളും ചേർന്നായിരുന്നു ഇന്ത്യക്കെതിരെയുള്ള പല ഭീകര ആക്രമണങ്ങളും പ്ലാൻ ചെയ്തിരുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്തിരുന്നത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. ഇതിൻ്റെ തൊട്ടു മുമ്പും, അതായത് മാർച്ച് 15-നും ഒരു പ്രധാനപ്പെട്ട ഭീകരൻ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വെച്ച് സമാന രീതിയിൽ അജ്ഞാതൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനും ലഷ്കർ-ഇ തോയ്ബ കമാൻഡറുമായ ഹാഫിസ് സയ്യിദിൻ്റെ പങ്കാളി അബു ഖത്തൽ എന്നറിയപ്പെട്ടിരുന്ന സിയാഹുർ റഹ്മാനായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത്. അതിനു മുമ്പ് ASWJയുടെ ഭീകര നേതാവും സെക്രട്ടറിയും ഒക്കെയായിരുന്ന മസൂദുർ റഹ്മാൻ ഉസ്മാനി, ASWJയുടെ തന്നെ മറ്റൊരു ഭീകര നേതാവായ മൗലാന സിയാവുർ റഹ്മാൻ, ലഷ്കർ-ഇ തോയ്ബ നേതാവും നമ്മുടെ കാശ്മീരിലെ ദാംഗ്രി ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനുമായ അബു ഖാസിം കാശ്മീരി, മറ്റൊരു ജെയ്ഷെ മുഹമ്മദ് നേതാവും മുഹമ്മദ് അസറിൻ്റെ ഉറ്റ സുഹൃത്തും പങ്കാളിയുമായ മൗലാന റഹീമുള്ള താരിഖ്, അക്രം ഖാൻ കാസി, ഇംതിയാസ് ആലം, സർദാർ ഹുസൈൻ അരൈൻ എന്നിങ്ങനെ പോകുന്നു ലിസ്റ്റ്. ഇത്തരം കൊലകളുടെ പേരിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ പാകിസ്ഥാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് സൈറസ് സജ്ജാദ് ഖാസി പറഞ്ഞത് ഇത്തരം കൊലകളുടെ പേരിൽ ഇന്ത്യയുടെ ഏജൻസിയാണെന്നാണ്. പിന്നീട് ഗാർഡിയൻ ദിനപത്രം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് RAW 2020 മുതൽ പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ ഇതിനെ ശക്തമായി നിഷേധിക്കുകയാണ് ചെയ്തത്. വ്യക്തമായ തെളിവുകൾ പാകിസ്ഥാനെ ഹാജരാക്കാൻ കഴിയുന്നതുവരെ ഇതെല്ലാം രഹസ്യമായി തന്നെ ഇരിക്കും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കൊല്ലപ്പെടുന്നവരെല്ലാം തന്നെ ഇന്ത്യക്കെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സ്വൈര ജീവിതത്തിനും വേണ്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നല്ലത് തന്നെയാണ്.